ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആദ്യം ഈ നെറ്റിപ്പട്ടത്തിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാം നെറ്റിപ്പട്ടം എന്താണെന്ന്. നമ്മളെ കേരളത്തിലെ എല്ലാവർക്കും അറിയാം. പുറത്ത് അതിപ്പോൾ കുറച്ച് ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത് പണ്ട് കാലത്ത് നമ്മൾ ആനകൾക്ക് മാത്രമായിട്ടാണ് നെറ്റിപ്പട്ടം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് അലങ്കാര വസ്തുവായിട്ട് നമ്മൾ വീട്ടിലുകളിലും എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഒരു അലങ്കാര വസ്തുവായിട്ടാണ് ഇപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല പല ഡിസൈനിലുണ്ട്, പല പല കളേഴ്സിലുണ്ട്, എല്ലാം ഉണ്ട്. പണ്ട് ആനകൾക്കൊക്കെ നമ്മൾ ഈ ചെമ്പും സ്വർണ്ണമൊക്കെ പൂശിയിട്ട് ഉത്സവത്തിന് തിടമ്പ് എഴുന്നള്ളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നെറ്റിപ്പട്ടം ഉപയോഗിച്ചിരുന്നത്. ആനയ്ക്ക് ചാർത്തി കൊടുത്ത് അതിൻ്റെ മുകളിൽ തിടമ്പ് വെച്ചിട്ടാണ് നമ്മൾ നെറ്റിപ്പട്ട യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ കാലത്ത് അത് നമ്മളതൊരു അലങ്കാരത്തിനായി വീടുകളിലൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് വെക്കുന്നത് നല്ലൊരു ഐശ്വര്യമുള്ള, കാരണം അതിൽ 33 ദൈവങ്ങളെ സൂചിപ്പിച്ചിട്ടാണ് നമ്മൾ നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്നത്. നമുക്ക് വഴിയ ക്ലാസ്സിൽ ഞാനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പം നെറ്റിപ്പട്ടം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഫൈബർ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ്. അത് നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. പണ്ട് കാലത്തുള്ള നെറ്റിപ്പട്ടയിൽ നിന്നൊക്കെ അത് ഫൈബറൊക്കെ പൂശി ആ ഗോൾഡ് കളറൊക്കെ നമ്മൾ ഈ തുന്നിയിട്ടൊക്കെ ആണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴത്തെ അത് ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് നല്ല ഭംഗിയിൽ അലങ്കരിച്ച് പല പല നമുക്ക് ക്രിയേറ്റീവിനനുസരിച്ച് അത് പല പല ഡിസൈനായിട്ടും കളർഫുള്ളായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നെറ്റിപ്പട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പം 3 ടൈപ്പ് നെറ്റിപ്പട്ടം ഉണ്ട്. നമ്മൾ ട്രഡീഷണലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ നാഗപട നെറ്റിപ്പട്ടമുണ്ട്, ചൂരൽപ്പുളി നെറ്റിപ്പട്ടം, വണ്ട് നെറ്റിപ്പട്ടം, അങ്ങനെയൊക്കെ പറയും. ചൂരൽപ്പുളി എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ക്ലാസ്സിൽ. ആ ഷേപ്പ് നമ്മൾ ത്രിമൂർത്തികളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് ചുറ്റും വെക്കുമ്പോൾ അത് ചൂരൽപ്പുളി നെറ്റിപ്പട്ടാവും. പിന്നെ ഒരു വണ്ടിൻ്റെ ഷേപ്പ് ചുറ്റും വെക്കുമ്പോൾ വണ്ടോട് ഷേപ്പ്, അങ്ങനെ നാഗത്തിൻ്റെ ഷേപ്പ് വെക്കുമ്പോൾ നാഗവട നെറ്റിപ്പട്ടം, അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഇതിൻ്റെ ഡിസൈനൊക്കെ മാറുന്നുണ്ട്. എല്ലാം നല്ല ഭംഗിയിൽ മയിൽപ്പീലിയൊക്കെ ഈ അരങ്ങ് ഉപയോഗിക്കുന്നു. അരങ്ങ് പറഞ്ഞത് അതിന് ബാക്കിലൊക്കെ കാണുന്നില്ലേ, ഈ നൂല് വെച്ചിട്ടൊക്കെ ഡിസൈൻ ചെയ്ത്, അതുപോലെയൊക്കെ ഇപ്പം മയിൽപ്പീലി വെച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അതൊക്കെ നല്ല ഭംഗിയാണ് ഇപ്പോൾ കാണാൻ വേണ്ടി. അതൊക്കെ നമുക്ക് ക്ലാസ്സുകളിൽ ഞാൻ നല്ല എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പം നമ്മളിപ്പോൾ പഠിക്കാൻ പോകുക 1.5 ഫീറ്റാണ്. 1.5 ഫീറ്റിൻ്റെ നെറ്റിപ്പട്ടത്തിൻ്റെ മെറ്റീരിയൽസിനെ പറ്റിയിട്ടാണ്. ആ ഒരു നെറ്റിപ്പട്ടാണ് ഞാനിന്ന് ക്ലാസ്സിൽ നിങ്ങൾക്ക് എടുക്കുന്നത്. അത് സാറ്റർഡേ സൺഡേ മാത്രമായിട്ട് 1 മന്ത് ക്ലാസ്സാണ്. 8 വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഡൗട്ടിന് വേണ്ടിയിട്ടൊരു ക്യു&എ ഗ്രൂപ്പ് ഉണ്ടാക്കും. അതിൽ എന്ത് സംശയമുണ്ടോ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ചോദിക്കാം. പിന്നെ ഇതിനെപ്പറ്റി പറയാൻ ഇതിൽ ചന്ദ്രക്കല ഉപയോഗിക്കുന്നുണ്ട്. ചന്ദ്രക്കല എന്ന് പറയുമ്പോൾ ശിവൻ്റെ സങ്കല്പമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഒറ്റ സംഖ്യയായിട്ട് ഉപയോഗിക്കുന്നത്, 1, 3, 5 അങ്ങനെയൊക്കെ. പിന്നെ ഗോൾഡൻ വെൽവെറ്റ്, അങ്ങനെ കുറേ മെറ്റീരിയൽസ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാം ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അടുത്ത നമുക്ക് മെറ്റീരിയൽസിനെ പരിചയപ്പെടുന്ന വീഡിയോയിലേക്ക് ഇത്രയും മെറ്റീരിയൽസാണ് നമ്മൾ ഇപ്പം 1.5 ഫീറ്റിൻ്റെ നെറ്റിപ്പട്ടത്തിന് ഉപയോഗിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ഇതാണ് ഫോം ഷീറ്റ്. ഇത് ഇപ്പം ഇറങ്ങുന്ന കിറ്റിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ 1.5 കിറ്റിനെ ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാണ്. ഈ കിറ്റിലുള്ളത് ഒരു ഫോം ഷീറ്റാണ്. ഇത് നമുക്ക് റെഡ് വെൽവെറ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഇതിൽ റെഡ് വെൽവെറ്റ് ഈ കിറ്റിലില്ല. ഇത് ഒരു ഫോം ഷീറ്റ്. അതുകൊണ്ട് നമുക്കിതിന് ക്യാൻവാസ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇത് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അപ്പോൾ കട്ടിയില്ലാതെ വെറും വെൽവെറ്റ് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാം, ഇതിന് ക്യാൻവാസ് ഉപയോഗിച്ച് ഒരു ബലത്തിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാൻവാസ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ഷേപ്പിൽ കട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ബേസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇതെന്ന് പറയുന്നത് ത്രിമൂർത്തിയാണ്. ഇതൊക്കെ ഞാൻ വഴിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പേരൊന്ന് മനസ്സിലാക്കി വെച്ചാൽ, ഇത് ത്രിമൂർത്തി, ഇതാണ് ചൂരൽപ്പൊളി എന്ന് പറഞ്ഞാൽ ഇതിന് ശരത്പൊളി, അങ്ങനെ 2-3 വേർഡ്സ് ഉണ്ട്. എനിക്ക് അത്ര ഇതിനെപ്പറ്റി ഹിസ്റ്ററി ഒന്നും അറിയില്ല. ഞാനും കുറേ യൂട്യൂബൊക്കെ നോക്കിയൊക്കെ പഠിച്ചെടുത്തതാണ് സംഭവം. എനിക്ക് ഒരു യൂട്യൂബിൽ നിന്ന് എനിക്ക് അത്ര കുറേ യൂട്യൂബേഴ്സ് നോക്കി, ഒന്നും തൃപ്തി ആകുന്നില്ല. അതിനുശേഷം ഞാനൊരു ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത്, അപ്പോൾ അതെന്നാണ് എനിക്ക് ശരിക്കും കാര്യങ്ങൾ. അപ്പം ഞാനും വിചാരിച്ചു ഇതുപോലൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക, എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ.
ഇത് ചൂരൽപ്പൊളി എന്ന് പറയും. ഇത് നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഇതിപ്പോൾ അതിൻ്റെ ഒരു മോൾഡാണ്. ഈ മോൾഡിൽ ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇങ്ങനെയാണ് ഒട്ടിച്ചെടുക്കുക. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ച് എടുക്കും. ഇതാണ് ത്രിമൂർത്തി. ഇതെന്ന് പറയുന്നത് ഒരു ഫില്ലിംഗ് ബീഡ്സാണ്. അതായത് നമ്മൾ ഈ ബീഡ്സൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറേ ഗ്യാപ്പ് വരും. അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബീഡ്സ് ഉപയോഗിക്കുന്നത്. ഇത് നാഗവടം ബീഡ്സ്. ഇത് നാഗത്തിൻ്റെ ഷേപ്പ്. അത് നമുക്ക് ഇപ്പോൾ കാണിച്ച ത്രിമൂർത്തിയില്ലേ, അതിന് ചുറ്റുമൊക്കെ ആയിട്ട് ഒട്ടിക്കുക. അപ്പോൾ നാഗവടം, നെറ്റിപ്പട്ടാവും, അങ്ങനെ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് കാളാഞ്ചി എന്ന് പറയും. അതായത് നെറ്റിപ്പട്ടത്തിൻ്റെ ഉള്ളിൽ താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന സാധനമില്ലേ, അതിൽ കുറേ നൂലൊക്കെ വെച്ചിട്ടുള്ള അതാണിത് കാളാഞ്ചി എന്ന് പറയും. ഇതൊക്കെ ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പരിചയപ്പെടുത്തിയത്. ഇതാണ് ബീഡ്സ്. ഇത് കുറച്ച് വലിയ ഫില്ലിംഗ് ബീഡ്സ് എന്ന് പറയും. ഈ ബീഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടിക്കാൻ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് ഓരോരോ സങ്കല്പങ്ങളാണ്. ഈ സപ്തർഷികൾ, നവഗ്രഹങ്ങൾ, അങ്ങനെയൊക്കെ ഓരോ സങ്കല്പങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കുമിള ബീഡ്സ് എന്ന് പറയും. കിറ്റിൽ നമുക്കിതൊക്കെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇല്ലാത്ത കിറ്റിൽ നമ്മളിത് ഇവിടെ വെച്ചിട്ട് സിസർ വെച്ചിട്ട് നല്ല കട്ടാക്കി നല്ല നീറ്റിലെടുക്കണം. ഇതൊക്കെ അങ്ങനത്തെ സൈസ് കുമിളകളാണ്, ബീഡ്സാണ് ഈ ഷേപ്പിൽ. ഇതൊക്കെ കട്ട് ചെയ്ത് നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുക്കണം. ഇല്ലാത്ത നമുക്ക് സിംഗിളായിട്ടും പീസായിട്ടും കിട്ടും. എനിക്ക് കിട്ടിയ കിറ്റിൽ ഇങ്ങനെയുള്ളൂ. പിന്നെ ഇതാണ് ഗോൾഡൻ ഷീറ്റ്. ഇത് ശരിക്കും ഞാൻ ഫസ്റ്റ് പറയേണ്ടതായിരുന്നു, വിട്ടുപോയി. ഇത് നമ്മൾ ആ റെഡ് ഷീറ്റ് കണ്ടില്ലേ, അതിൻ്റെ മുകളിൽ ഒട്ടിക്കുന്നതാണ് ഇത്. അതായത് ആ റെഡ് ഷീറ്റ് നമ്മൾ മെഷർമെൻറ്റ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഈ ഗോൾഡ് ഷീറ്റ് വെച്ചതിന് ശേഷമാണ് നമ്മൾ ബീഡ്സ് ഒട്ടിക്കുന്നത്. അതായത് ഈ ഗോൾഡ് ഷീറ്റ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഈ നമ്മളെ ബീഡ്സും ഗോൾഡാണല്ലോ. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ നമുക്കിതിൽ ഗ്യാപ്പ്, പിന്നെ ഇതിലുപയോഗിക്കുന്ന ഗമ്മൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവില്ല. ഈ റെഡ് വെൽവെറ്റ് മാത്രമാണ് ചിലത് നമുക്ക് ഈ ഗോൾഡൻ ഒട്ടിക്കാതെ റെഡായിട്ട് ഒട്ടിക്കും. അതായത് റെഡ് വെൽവെറ്റിലാണ് ഫുൾ ബീഡ്സ് ഒട്ടിക്കുന്നത്. അത് നമുക്ക് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഗോൾഡാണ്. കാരണം ഗോൾഡിലാകുമ്പോൾ നമുക്ക് ഇതിലൊരു ഗം ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ആ പശേൻ്റെ ഇതൊന്നും കാണൂല. പിന്നെ ബീഡ്സിൻ്റെ സെയിം കളറായതുകൊണ്ട് ഗ്യാപ്പൊന്നും അധികം ഫീൽ ചെയ്യില്ല. ഇത് ചന്ദ്രക്കല. ഇതാണ് നമുക്ക് 1.5 ഫീറ്റിനുള്ള ചന്ദ്രക്കലയാണ് ഇത്. ഫസ്റ്റ് വലിയ സൈസ്, പിന്നെ ചെറിയ സൈസ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒറ്റ നമ്പേഴ്സാണ്. അതായത് 1, 2, 3 അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ മഹാദേവൻ്റെ സങ്കല്പത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതും വേറൊരു ചൂരൽപ്പുളിയാണ്. നേരത്തെ കണ്ട ചൂരൽപ്പുളിയല്ല, ഇത് വേറെ. അതായത് നമ്മൾ ഈ ബീഡ്സ് ഇല്ലേ, ബീഡ്സിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിക്കുന്നത്. ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇതിപ്പം മോൾഡായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇത് മോൾഡായിട്ട് തന്നെ യൂസ് ചെയ്താൽ മതി. ഇത് തലക്കെട്ടിന് ഉപയോഗിക്കുന്ന ഗോൾഡൻ ടേപ്പാണ്. കെട്ടാനും ഉള്ള ഉപയോഗിക്കുന്ന കയറുകൾ. ഇതിന് ഫ്ലവർ ബീഡ്സാണ്. ഇതൊക്കെ മേലെ അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന ബീഡ്സ്. ഇതൊക്കെ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതെന്താണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ. ഇതൊക്കെ വിശദമായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുമ്പം കാണാം. പിന്നെ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന വൂളൻ ത്രെഡ്. ഈ ത്രെഡ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ നെറ്റിപ്പട്ടത്തിന് സൈഡിൽ ഇങ്ങനെ വെക്കുന്നില്ലേ, അതാണ് അരങ്ങ് കെട്ടുക എന്ന് പറയുന്നത്. അരങ്ങ് കെട്ടാൻ ഉപയോഗിക്കുന്നതാണ് വൂളൻ ത്രെഡ്. ഇത് നമുക്ക് പല പല കളേഴ്സിൽ ഉപയോഗിക്കാം. നമ്മളെ ഐഡിയ അനുസരിച്ച് നമുക്ക് കളർ കോമ്പിനേഷൻ യൂസ് ചെയ്യാം. ഈ സെയിം കളേഴ്സ് ആയിരിക്കണം. താഴെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടില്ലേ കുഞ്ചലം, കാളാഞ്ചി എന്ന് പറയും ഇതിന്. ഇത് കെട്ടുമ്പോൾ നമുക്ക് ഈ അരങ്ങ് കെട്ടുന്ന എത്ര കളറാണോ ഉപയോഗിക്കുന്നത് ആ കളറാണ് നമ്മൾ ഇതിൽ താഴോട്ട് കെട്ടേണ്ടത്. ഓക്കെ. പിന്നെ എനിക്ക് കിട്ടിയ കിറ്റിലുള്ളതാണ്. ഇതൊരു കഷ്ണം വെൽവെറ്റ് പീസാണ്. ഇത് മുകളിൽ നമ്മൾ തലക്കെട്ട് കെട്ടുന്നതിന് വേണ്ടി ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇത് നമുക്ക് വലിയ പീസായിട്ട് ഫുള്ളായിട്ടും വേണമെങ്കിൽ ഒട്ടിക്കാം. എനിക്കിപ്പോൾ കിട്ടിയ കിറ്റിലാകെ ഇത്ര ഒരു ചെറിയ ഷേപ്പേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ മേലെ ഒട്ടിച്ചിട്ട് വേണ്ടി വരും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അടുത്തതായിട്ട് ഇതാണ് നെറ്റിപ്പട്ടം യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗമ്മ്. അത് എല്ലാ ബീഡ്സും എല്ലാ അരങ്ങും എല്ലാം ഈ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിക്കാക്കുന്നത്. നല്ല അത്യാവശ്യം നല്ല സ്ട്രോങ് പശയാണ് ഇത്. ഇതിനൊരു സ്മെല്ലുണ്ട്, അത് എല്ലാവർക്കും പറ്റുമെന്ന് അറിയില്ല.
അത്യാവശ്യം നല്ലോണം സ്ട്രോങ് ആണ്. ഈ ഫെവിബോണ്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത്. എല്ലാ ബീഡ്സും ഈ വൂളൻ ത്രെഡിൻ്റെ അരങ്ങൊക്കെ ഒട്ടിക്കുന്നത് ഇത് വെച്ചിട്ടാണ്. അങ്ങനെ നമുക്ക് അത്യാവശ്യം എല്ലാം കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി ഞാനൊരു Q&A ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാം. ഇന്നത്തെ ക്ലാസ് ഞാൻ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുക, മെഷർമെൻറ്റ് എടുത്ത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. താങ്ക്